ഡോക്ടർ വരുന്നതിന് മുമ്പ് ഇയാളെ തീർക്കണം. ഈ ലാപ്സിന്റെ കോമ. സോറി, പേഷ്യന്റ് ഇപ്പോൾ കോമയിലായിരിക്കുകയാണ്. അറിയാലോ അവസ്ഥ. ഹി വിൽ റിമൈൻ അലൈവ് ബട്ട് കോണ്ട് ബി വേക്കൺ അപ്പ് ആൻഡ് ഷോ നോ സൈൻസ് ഓഫ് അവയർനെസ്. ജീവനോടെ ഇരിക്കും, പക്ഷേ പ്രതികരിക്കാനാവില്ല. അപ്പോ ഈ അവസ്ഥ മാറില്ലേ? അതിപ്പോ പറയാൻ പറ്റില്ല. വിശദമായ പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറിയേക്കാം, ചിലപ്പോ 2 ആഴ്ച മുതൽ 1 വർഷം വരെ വേണ്ടിവരും. അത് പേഷ്യന്റെ ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. ശേഖരൻ കോമയിലായത് നന്നായി. ഇനി അയാളായിട്ടൊന്നും പുറത്തു പറയില്ലല്ലോ. അമ്മേ, അമ്മേ, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിലേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറക്കണം. ഇല്ലെങ്കിൽ പോലീസുകാർ വിശാലിനെ കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡ് ചെയ്യും. പിന്നെ ജയിലിൽ നിന്ന് മാത്രമേ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കുള്ളൂ. അതിന് ചിലപ്പോ ദിവസങ്ങൾ കഴിഞ്ഞെന്ന് വരില്ലേ? അയ്യോ, അത് പാടില്ല. അവനെ ഒരിക്കലും ജയിലിലേക്ക് അയക്കരുത്. നീ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോവാം. പ്രഭാവതി എന്തി? അല്ല, നിങ്ങളിത് എവിടെ പോകുന്നു? ഞങ്ങള് വിശാലിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് ഇറങ്ങുമായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇവര് സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും തരത്തിൽ വിശാലിനെ ജാമ്യത്തിൽ ഇറക്കിയ പ്രശ്നമാവുമല്ലോ. അവൻ ജയിലിലേക്ക് തന്നെ പോണം. എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല ചേച്ചി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഏയ്, നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലേണ്ട കാര്യമില്ല. അവന് ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ ഭാഗ്യം. ആന്റി അത് ചെയ്തിട്ടാണോ വന്നത്? ഞങ്ങള് അവൻ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കുന്നുള്ള ടെൻഷനിലായിരുന്നു. ഇനി ആ ടെൻഷനൊന്നും വേണ്ട മോളെ. ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശാലിനെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാം, അല്ലേ മോളെ? നമുക്ക് പോയിട്ട് വരാമേ. എനിക്ക് വിശാലിനെ കാണണം. അതെ, നിങ്ങളിപ്പോ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല.
അവനിപ്പൊ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പോലീസുകാർ സമ്മതിക്കില്ല. മോള് വിഷമിക്കണ്ട. നമ്മുടെ വക്കീല് ഇന്ന് തന്നെ അവനെ ജാമ്യത്തിലിറക്കും. വൈകുന്നേരത്തിനുള്ളില് അവൻ ജാമ്യത്തിലിറങ്ങും. നിങ്ങൾ വാ. വാ മോളെ. എടോ വിശാലേ, ആ ശേഖരമേനോൻ രക്ഷപ്പെടുമെന്നാണോ താൻ കരുതിയത്? നോ, നെവർ. ഹീ സിംഗിങ്. അയാൾ ഏത് നിമിഷവും മരണപ്പെടാം. അതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അയാൾ ചത്തുന്ന് തന്നെ താൻ വിചാരിച്ചാ മതി. ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് താൻ പറഞ്ഞാൽ മതിയോ? ഏതായാലും ഈ കൊലക്കേസിൽ താൻ തൂങ്ങുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് സെക്ഷൻ 302 ചേർത്ത് കൊലപാതക കുറ്റം ചുമത്തി ഞാൻ തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നൗ യു ആർ എ മർഡറർ, കൊലയാളി. സർ, ഇത് ചതിയാ. നിങ്ങൾക്കെന്നെ മനഃപൂർവ്വം ഒരു കൊലപാതകയാക്കി മാറ്റണം. അതിനു വേണ്ടിയാ തുടക്കം മുതലേ നിങ്ങൾ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടിയോ നിങ്ങൾ ഈ കേസ് എനിക്കെതിരെ ഫ്രെയിം ചെയ്യുക. എനിക്കത് ബോധ്യമായി. നീ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നോ? ഞാൻ ഈ കാക്കിക്കുപ്പായി ഇട്ടിരിക്കുന്നതേ ആർക്കും വേണ്ടി വിടുപണി ചെയ്യാനല്ല. ഒരുത്തന പട്ടാപ്പകല് വെടിവെച്ച് കൊന്നിട്ട് എന്നെ നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. ഞാൻ പറയട്ടെ. ഇനി ഈ സ്റ്റേഷനിലെ നിന്റെ സ്ഥാനം യുവന്മാർക്കൊപ്പ. ഈ സ്റ്റേഷൻ ലിമിറ്റിലെ ആസ്ഥാന റൗഡികളായ യുവന്മാര് അടിയും വെട്ടും കുത്തും കൊലപാതകവുമായി നടക്കുന്ന വമ്പന്മാർ. ഇപ്പോ നീയും യുവന്മാരുടെ ഗണത്തിൽപ്പെട്ടവനാ. നീ ഇവിടെ തന്നെ നിൽക്കേ. മോനെ വിശാലേ, തൽക്കാലം നീ വിശ്രമിക്കേ. ഞാനിപ്പോ വരാം. എന്താ ആശാനെ പേര്? എന്താ കേസ്? സർ, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നൊരു ബിസിനസ്മാനാണ്. പേര് കേട്ടൊരു കുടുംബത്തിലെ അംഗമാണ്. എടോ, അയാൾ ഏത് വലിയ തമ്പുരാനായാലും ശരി, അയാൾ കൊലപാതകം ചെയ്ത ക്രിമിനലാണ്. അവനിപ്പോ കൊല ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇവന് ഈ മാന്യതയൊക്കെ കൊടുത്താൽ മതി. അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെന്റിമെന്റ്സും ഒന്നും ഇവിടെ ആർക്കും വേണ്ട. താനോട് മാറി നിൽക്കും. സർ, സർ, ആ, ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? ഞാൻ പൊയ്ക്കോട്ടെ സർ. ആ ആ ശരി. സാധാരണ ഒരു ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ. ഇതിപ്പോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് റിപ്പോർട്ട് വേഗത്തിലാക്കി എടുത്തത്. ശേഖരമേനോന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കിൽ നിന്ന് തന്നെയാണോന്ന് അറിയണമല്ലോ. താൻ എന്താ പറഞ്ഞത്? ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല മറ്റാരോ ആണെന്ന്. താൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിശാൽ. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച്
ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാ. അതായത് തന്റെ ആ തോക്കിലെ വെടിയുണ്ട തന്നെയാണ് ശേഖരമേനോന്റെ ശരീരത്തിൽ തറച്ചത്. ഇല്ല, താൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത്. അതിപ്പോ സംശയമില്ലാതെ തന്നെ ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. നിനക്ക് എന്താണ് അറിയേണ്ടത്? അവിടെ കിടക്കടാ. സർ, വിശാൽ സർ. പാർവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറ് ഇതിനകത്ത് കിടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും സർ? എനിക്കിത് കാണാൻ വയ്യ. എനിക്കൊന്നും കാണാൻ വയ്യ. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ. പാർവതി, WPC ഇവരെ പിടിച്ച് പുറത്താക്ക്. അയ്യോ സാർ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. എനിക്ക് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഈ നിൽക്കുന്ന വിശാൽ സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യാനാവില്ല. അത് നിങ്ങൾ പറഞ്ഞാ മതിയോ? വെടിയേറ്റ് കിടക്കുന്ന ശേഖരൻ മുത്തശ്ശൻ തന്നെയാ പറഞ്ഞത്. സാർ, വിശാൽ സാർ അല്ല അദ്ദേഹത്തെ വെടിവെച്ചതെന്ന്. ഭർത്താവ് ആദ്യം ഇതേ കള്ളം പറഞ്ഞു. ഭാര്യ അത് ആവർത്തിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, എടോ, കണ്ണീർ പരമ്പരയിലെ നായികമാരെ പോലെ എന്റെ മുമ്പേ കരഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇയാൾ ഈ വിശാൽ തന്നെയാ ശേഖരമേനോനെ വെടിവെച്ചത്. സാർ, അത് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ നാടകമാടാതെ ഇറങ്ങു വെളിയിൽ. ഇങ്ങോട്ട് ഇറങ്ങാൻ. പാർവതി, നീ ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോ. ഈ കേസ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നീ ചെല്ല്. ഇല്ല സർ, ഞാൻ പോവില്ല. വിശാൽ സാറിനെ ജയിലിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാർവതി, സർ, വിശാൽ സാറിനെ വെറുതെ വിടണം സർ. സാറിന് പകരം എന്നെ പ്രതിയാക്കിക്കോളൂ. എന്നെ ഇതിനകത്താക്കിക്കോളൂ. തന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പോവില്ല. വിശാൽ സാറിനെ വെറുതെ വിട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോ? പാർവതി, പാർവതി, നീ വാശി പിടിക്കാതെ നീ പോവാൻ നോക്ക്. ഒന്ന് പോവാൻ നോക്ക് പാർവതി. ഇല്ല, ഞാൻ പോവില്ല സർ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞ പോവില്ല. നീ പോയില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാം. വിട് സർ. വിട് സാർ.
വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താ ഇത്? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ അഡ്വക്കേറ്റ് രാധിക. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാർ ഇവിടെ എന്താണ് ഈ പെൺകുട്ടിയോട് കാണിച്ചത്? മറുപടി പറയണം. ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ ആരാണ് സാറിന് അധികാരം തന്നത്? പോലീസ് ട്രെയിനിങ്ങിൽ സാർ അതാണോ പഠിച്ചത്? IPC സെക്ഷൻ 354 അനുസരിച്ച് കാക്കിയും തൊപ്പിയും നക്ഷത്രവും ഒക്കെ ഊരിവെച്ച് കുറച്ചു കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരുന്ന കേസാണിത്. അറിയാലോ. ഇത് പറഞ്ഞ് പഠിപ്പിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രമല്ല, സാർ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങി തരാനും എനിക്കറിയാം. സാറും ഞാനും നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാണ് യൂണിഫോം ഇടുന്നത്. അത് മറക്കരുത്. കഴിഞ്ഞോ? ഇല്ല. ഞാൻ ഈ നിൽക്കുന്ന വിശാലിന്റെ വല്യമ്മ ലളിതാദേവി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടു കാണും ലളിതാദേവിയെ കുറിച്ചും അവരുടെ സ്വാധീനത്തെ കുറിച്ചും. എനിക്കറിയേണ്ടത്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശാലിനെതിരെ കേസെടുത്തേക്കുന്നത്? വിശദമായൊരു അന്വേഷണം നടത്തിയതിനു ശേഷമാണോ നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? സ്പോട്ടിൽ ഞാൻ എത്തുമ്പോ വെടിവെക്കാൻ ഉപയോഗിച്ച ഗണ്ണുമായി വിശാൽ ശേഖരമേനോന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ അറസ്റ്റ് ചെയ്തത്. വിശാൽ തന്നെയാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ശേഖരമേനോനെ വെടിവെച്ചത്. അല്ല മാഡം, വിശാൽ സാർ അല്ല വെടിവെച്ചതെന്ന് ശേഖരൻ മുത്തശ്ശൻ എന്നോട് പറഞ്ഞതാ. മുത്തശ്ശൻ വെടിയേറ്റ് വീഴുന്ന നേരത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ ഓഫീസർ, തോക്ക് കയ്യിലുണ്ടായിരുന്നു എന്ന് കരുതി വിശാൽ കൃത്യം ചെയ്യണമെന്നില്ല. ശേഖരമേനനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വിശാൽ വെടിവെച്ചതെങ്കിൽ അയാൾ മേനോന്റെ നെറ്റിയിലോ നെഞ്ചിലോ വെടിവെക്കുമായിരുന്നു. അതും ഒരു ബുള്ളറ്റിൽ തീർക്കില്ല. മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി മാറി മാറി ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ വിശാൽ അത് ചെയ്തില്ല. ശേഖരമേനോന് വെടിയേൽക്കുമ്പോ വിശാലും മേനോനും തമ്മിൽ ഏകദേശം എത്ര അകലം ഉണ്ടായിരുന്നിരിക്കും? പോയിന്റ് ബ്ലാങ്ക് റേഞ്ചില് ഞാൻ നിന്നത്. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നാണ് വിശാൽ അയാളുടെ കയ്യിലെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതെങ്കിൽ ആ ബുള്ളറ്റ് മേനോന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറി പുറത്തു പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ബുള്ളറ്റ് മേനോന്റെ ശരീരത്തിൽ ആഴത്തിൽ ഇറങ്ങാതെ തോളിൽ തറയ്ക്കുക മാത്രമാണ് ചെയ്തത്. ദാറ്റ് മീൻസ് വെടി ഉതിർത്തത് കുറച്ച് ദൂരത്ത് നിന്നാണ്. ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റ് വിശാലിന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്നതാണ്. ആയിക്കോട്ടെ.
ആ ബുള്ളറ്റ് വിശാലിന്റെ തോക്കിൽ നിന്നും ആരെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ട് അതുപയോഗിച്ച് ശേഖര മേനോനെ ദൂരത്തു നിന്നും വെടിവെച്ചതാണെങ്കിലോ? എന്തായാലും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്.